നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ടോപ്പ് ഗിയറിലേക്ക് മാറിയതിന് ശേഷമുള്ള മൂന്നാമത്തെ ദിവസമാണല്ലോ ഇന്ന്. ഇന്നും 4 മത്സരങ്ങളുണ്ട്. വമ്പൻ ടീമുകൾ ഇറങ്ങുന്നു. സ്പെയിൻ ഇറങ്ങുന്നു, ബെൽജിയം ഇറങ്ങുന്നു, എതിരാളികൾ ഈജിപ്താണ്. അതുപോലെ ഉറുഗ്വായി കളിക്കാൻ ഇറങ്ങുന്നു. ഇതുവരെ ഈ വേൾഡ് കപ്പിൽ ഒരൊറ്റ ലാറ്റിൻ അമേരിക്കൻ ടീമും ജയിച്ചിട്ടില്ല. ഇന്ന് ഉറുഗ്വായി ജയിക്കുമോ അതല്ല ഏഷ്യൻ ടീമായ സൗദി അറേബ്യ കഴിഞ്ഞ തവണ അർജൻറ്റീനയ്ക്ക് കൊടുത്ത പോലൊരു പണി കൊടുക്കുമോ? അതുപോലെ മറ്റൊരു ഏഷ്യൻ ടീം കൂടി ഇറങ്ങുന്നു. ഇറാൻ ഇറങ്ങുന്നു ന്യൂസിലാൻഡിനെതിരെ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമം നമുക്ക് നോക്കാം. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 സ്പെയിനും കേപ്പ് വെർദയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. സംശയമില്ല, സ്പെയിന് തന്നെയാണ് ആധിപത്യം. അതേസമയം സ്പാനിഷ് കോച്ച് ലൂയിസ് ഡി ലാ ഫ്യൂൻ്റ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. കേപ്പ് വെർദയെ നമ്മൾ അങ്ങനെ കൊച്ചാക്കി കാണേണ്ടതില്ല. ക്യാമറൂണിനെ ക്വാളിഫയറിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ വന്ന ടീമാണ്, അവരെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് കേപ്പ് വെർദയുടെ എതിരാളികളായ സ്പെയിനിൻ്റെ കോച്ചാണ് പറയുന്നത്. നല്ലൊരു മത്സരം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ സ്പെയിനിൻ്റെ ആധിപത്യം തന്നെയായിരിക്കും. കളിക്കുമോ ലാബിനെ യബാൽ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും ഇന്നലെ കോച്ച് പറയുകയുണ്ടായി. ലാബിൻ പൂർണ്ണമായിട്ടും ഫിറ്റാണ്, കുറച്ച് മിനിറ്റുകൾ അവൻ കളിക്കും എന്നാണ് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് റോളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാത്രി 12:30 ബെൽജിയം ഇറങ്ങുന്ന എതിരാളികൾ ഈജിപ്ത്. മോസലയുടെയും ഒമർ മർമോഷിൻ്റെയും ഈജിപ്ത്. ഇതുവരെ പക്ഷേ ഒറ്റ കളി പോലും വേൾഡ് കപ്പിൽ ഈജിപ്ത് വിജയിച്ചിട്ടില്ല. ഇന്നതിന് സാധിക്കുമോ എന്നാണ് ചോദ്യം. പക്ഷേ മറുഭാഗത്ത് ബെൽജിയമാണ്. അവരുടെ സുവർണ്ണ തലമുറയുടെ കാലഘട്ടമൊക്കെ കടന്നു. പക്ഷേ സുവർണ്ണ തലമുറയിൽപ്പെട്ട പലരും ഇപ്പോഴും കളിക്കുന്നു. KDB ഇന്ന് ഒരു മാന്ത്രിക പ്രകടനം നടത്തുമോ? അതല്ല പുതിയ സൂപ്പർ താരങ്ങളിൽപ്പെട്ട ഡോക്കുവിൻ്റെ മിന്നും പ്രകടനമായിരിക്കുമോ ഉണ്ടാവുക? കാത്തിരിക്കാം. ആ ഒരു പോരാട്ടം നല്ല കളിയായിരിക്കും. രാത്രി ഇന്ത്യൻ സമയം 12:30 കളി. പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 സൗദി അറേബ്യയും ഉറുഗ്വായും തമ്മിലുള്ള കളി. നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യ ഒരു മാസ്മരിക തുടക്കമാണിട്ടത്, അർജൻറ്റീനയെ അട്ടിമറിച്ചു. പക്ഷെ പിന്നീട് ആ വേൾഡ് കപ്പിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനി ഇത്തവണ എന്ത് സംഭവിക്കുന്ന ആ കാത്തിരുന്ന് കാണേണ്ടത്. മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വായ്ക്കെതിരെ അവർ കളിക്കുന്നു. അർജൻറ്റീനക്കാരൻ മാഴ്സലോ ബിയൽസ പരിശീലിപ്പിക്കുന്ന ഉറുഗ്വായി. അവർക്ക് ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. US അവർക്ക് ഉള്ള വിമാനം അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ഇല്ലാതെയായി. അങ്ങനെ ആ വിമാനമൊക്കെ ലേറ്റായിട്ടാണ് അവരവിടെ ലാൻഡ് ചെയ്തത്. ഉറുഗ്വായ് ഫുട്ബോൾ ഫെഡറേഷൻ എന്തായാലും ഫിഫയ്ക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു. നമുക്കത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഈ വേൾഡ് കപ്പിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ മത്സരം പുലർച്ചെ 3:30 ഡിലേയ്ഡ് ആയിട്ടാണ് ടീം അവിടെ എത്തിയത്. പ്രസ് കോൺഫറൻസ്, കോച്ചിൻ്റെയും താരത്തിൻ്റെയും പ്രസ് കോൺഫറൻസൊക്കെ ലേറ്റായി. പിന്നെ പുലർച്ചെ 6 മണിക്ക്, രാവിലെ 6 മണിക്ക് ഏഷ്യൻ ടീമായിട്ടുള്ള ഇറാൻ ന്യൂസിലാൻഡുമായിട്ട് കളിക്കുന്നു. അമേരിക്കൻ സോയിലിൽ ഇറാൻ എന്തുതരം പ്രകടനം നടത്തും എന്നുള്ളതും ലോകം ഉറ്റുനോക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.